ഹായ്, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ല ചൂട് ചോറിൻ്റെ ഒപ്പം ചേർത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു സൂപ്പർ കറിയാണ്. വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ വയറ് നിറയെ ചോറുണ്ണാനും പറ്റിയ ഈ കറി നമുക്ക് എളുപ്പത്തിൽ എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പം നമ്മൾ ഈ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു മൺചട്ടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ മൺചട്ടി ഉണ്ടെങ്കിൽ മൺചട്ടിയിൽ കറി വെച്ചാൽ കുറച്ചും കൂടി ടേസ്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഈ മൺചട്ടിയിലേക്ക് 2 തക്കാളി ഈ ഒരു വലുപ്പത്തിൽ അരിഞ്ഞത് നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം പുളിയും അത്യാവശ്യം മധുരവും ഉള്ള 2 മീഡിയം വലുപ്പത്തിലുള്ള തക്കാളിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു സവാള, അതും ഒരു മീഡിയം വലുപ്പം തന്നെയാണ്. അതൊരു അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് നമ്മൾ ഈ സവാളയും അരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ വേറെ കഷ്ണങ്ങളൊന്നും നമുക്ക് ഇതിനകത്തേക്ക് പ്രത്യേകിച്ചൊന്നുമില്ല, അതുകൊണ്ട് ആണ് കുറച്ച് വലുപ്പത്തിൽ അരിഞ്ഞത്. കൂടെ തന്നെ ഒരു 10-15 ചെറിയ ഉള്ളി, അതും നമ്മൾ രണ്ടായിട്ടൊന്ന് മുറിച്ച് എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു പച്ചമുളകാണ്. അത് നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ടാണ് ഒരെണ്ണം ഞാൻ എടുത്തത്. അപ്പോൾ എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർത്ത് കൊടുക്കണം. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഭാഗങ്ങളിൽ നമുക്കത് ചേർത്ത് കൊടുത്താൽ മതി. ആദ്യം തന്നെ ഒരുപാട് പച്ചമുളകൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കണ്ട. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ മാങ്ങയുടെ ഒരു 1/4 ഭാഗം മാത്രം. അപ്പോൾ പുളിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാട്ട. പിന്നെ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില, പിന്നെ ഒരു ചെറിയ ടീസ്പൂണാണ് 1/4 ടീസ്പൂൺ അളവിലുള്ള മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ചെറിയ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. അപ്പോൾ ഈ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്താൽ നല്ലൊരു കളറ് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഉപ്പിൻ്റെ അളവെന്ന് പറഞ്ഞാൽ എപ്പോഴും 2 പ്രാവശ്യമായിട്ട് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് കൂടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിലുള്ള വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതേപോലെയുള്ള ഒരു കയ്യിൽ വെച്ച് നമ്മൾ ചെയ്താൽ അപ്പോൾ നമുക്ക് അതിൻ്റെ ആ അടിഭാഗം ഉണ്ടല്ലോ, ഇത് വെച്ചിട്ട് നമുക്കൊന്ന് പ്രസ് ചെയ്ത് നമുക്കത് നന്നായിട്ട് തന്നെ അത് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആ ഉള്ളിയിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ട് ഈ തക്കാളിയും ഉള്ളിയും മാങ്ങയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരും. ഉപ്പൊക്കെ ചേർത്തിരിക്കുന്നതല്ലേ, അതുകൊണ്ട്. അപ്പോൾ എന്നാലും മാത്രമേ ആ ഉള്ളിയുടെയൊക്കെ ആ സ്വാദ് നമുക്ക് ഇങ്ങോട്ട് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൈ വെച്ചും ഇങ്ങനെ ഞരടി ഇങ്ങനെ നമുക്ക് എടുക്കാട്ടോ. പക്ഷേ ഇങ്ങനത്തെ ഒരു കയ്യിലുണ്ടെങ്കിൽ അതാണ് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങോട്ട് കൂട്ടിപ്പിടിച്ചതെല്ലാം ഒന്നും ഇങ്ങോട്ട് യോജിപ്പിച്ച് വെച്ചിട്ട് നമുക്കൊരു 5-10 മിനിറ്റ് നേരം ഇതൊന്ന് നമുക്ക് മൂടി വെച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കി എടുക്കാം. അപ്പോഴേക്കും ഇത് നന്നായിട്ട് സോഫ്റ്റായി കിട്ടും. നമ്മളെപ്പോഴും ഇതേപോലെ മൺചട്ടിയൊക്കെ വെക്കുമ്പോൾ ഇതേപോലെ ഒരു റിങ് ഉണ്ടെങ്കിൽ ആ റിങ്ങിൻ്റെ മേലയിൽ വെച്ചാൽ അതിങ്ങനെ മറിയാതെ ഇരുന്നോളും. ഇനി നമുക്ക് അരപ്പ് റെഡിയാക്കാനുള്ള നമുക്കൊരു മിക്സിയുടെ ബ്ലെൻഡർ എടുത്ത് വയ്ക്കുക. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിലുള്ള നാളികേരം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു ചെറിയ നാളികേരത്തിൻ്റെ ഒരു 1/4 ഭാഗത്തോളം അതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ഒരു 3ആയിട്ട് മുറിച്ചിട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിലുള്ള മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, സാദാ മുളക് പൊടി. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കറിവേപ്പിലയുടെ ഒരു 2-3 ഇതള് കറിവേപ്പില. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് തന്നെ അരയണം, എന്നാൽ മാത്രമേ കറിക്ക് നല്ല സ്വാദ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളിതാ ഇവിടെ ഫൈൻ പേസ്റ്റ് പോലെ നമ്മളിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കറി നല്ല സോഫ്റ്റായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മളിത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ബ്ലെൻഡറിലേക്ക് കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമുക്കിത് ഒന്നും കൂടി കഴുകിയൊക്കെ നമുക്ക് എടുക്കാം. അപ്പോൾ ഒന്ന് വേസ്റ്റാക്കി കളയാൻ വേണ്ട. അപ്പോൾ വെള്ളം നമുക്ക് കുറച്ചും കൂടി വേണ്ടി വരും, നമുക്ക് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന വെള്ളം ഒഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, ഒരുപാട് അങ്ങോട്ട് കൂടി പോകാൻ പാടില്ല. അത്യാവശ്യം ലൂസായിരിക്കണം, വന്നാൽ കുറച്ച് തിക്കായിട്ട് തന്നെയാണ് ഇരിക്കേണ്ടത്. അധികം ഒരുപാട് അങ്ങോട്ട് ഓവറായിട്ട് ലൂസാവാൻ പാടില്ല, എന്നാലും മാത്രമേ ഈ കറിക്ക് നല്ല സ്വാദ് കിട്ടുള്ളൂ. അപ്പോൾ ഇത് അത്യാവശ്യം ഇതായിട്ടുണ്ട്. ഈ ഒരു രീതിയിലുള്ള വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് സ്റ്റവിലേക്ക് വെച്ച് കൊടുക്കാം, ഫ്ലെയിം ഓണാക്കാം. ഇനി നമുക്ക് ഈ കറി തിളപ്പിച്ചെടുക്കേണ്ടത് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് തിളപ്പിച്ചെടുക്കേണ്ടത്. അപ്പോൾ തിളയ്ക്കുന്നത് വരെ നമുക്ക് തീ കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കിത് മൂടി വെച്ചിട്ട് നന്നായിട്ട് ഈ കറി തിളക്കട്ടെ.
ഇപ്പം നമ്മൾ വെച്ചിട്ട് കറി തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് കറിയുടെ ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഉപ്പ് എപ്പോഴും കറക്റ്റ് ആയിരിക്കരുത്, കുറച്ചായിട്ട് തോന്നണം. കാരണം ഇതിനകത്ത് ഈ ചാറൊക്കെ വറ്റി കഴിഞ്ഞാൽ ഉപ്പ് ചിലപ്പോൾ അങ്ങോട്ട് കൂടിപ്പോകും. അതുകൊണ്ട് ഉപ്പ് നമുക്ക് ഇത്തിരി കുറവായിട്ട് നിന്നാൽ മതി. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ലോവിലേക്ക് മാറ്റി കൊടുക്കണം. അപ്പോൾ ഇനി നമുക്കൊരു 10-15 മിനിറ്റ് നേരം ഈ ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് ഇത് കുക്കാവണം. അപ്പോൾ ഇപ്പോൾ 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിരിക്കണണ്ട. അപ്പോൾ ഈ ഒരു രീതിയിൽ ആവുന്നത് വരെ കറി നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇപ്പോൾ ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. പിന്നെ ഇത്തിരി നേരം ഇരുന്നാൽ അത് ഒന്നും കൂടി ഒന്ന് കുറുകി കിട്ടും. അത്യാവശ്യം നമുക്കിത് വെന്തിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അധികം അങ്ങോട്ട് ഉടച്ചെടുക്കാൻ വേണ്ട, വേറെ കഷ്ണങ്ങളൊന്നും അതിനകത്ത് ഇല്ലല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഈ കറിയുടെ ഉപ്പൊക്കെ നോക്കിയപ്പോൾ കറക്റ്റാണ്. അപ്പോൾ നമ്മൾ തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഉപ്പ് നോക്കുമ്പോൾ എപ്പോഴും ഒരല്പം കുറവായിട്ട് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. കാരണം ഒരു 10-15 മിനിറ്റ് നേരം ഇതിരുന്ന് വറ്റി കഴിയുമ്പോൾ ഉപ്പ് കറക്റ്റായിട്ട് വന്നോളും. അപ്പോൾ ഉപ്പെല്ലാനും കറക്റ്റാണ്, പുളിയൊക്കെ പാകമാണ്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് എരിവ് കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കറിയിലേക്ക് താളിച്ചൊഴിക്കാൻ വേണ്ടി ഒരു പാൻ വെച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിലുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ ടീസ്പൂൺ കടുകിട്ട് അത് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിനകത്തേക്ക് ഒരല്പം മാത്രം ഉലുവയും ഒരു 4-5 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 2 വറ്റൽമുളകും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മൊരിയുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഉള്ളിയുടെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളി ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് അത് മൊരിഞ്ഞതിന് ശേഷം ഒരു 2 കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമുക്കിത് കറിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മളിങ്ങനെ താളിച്ചൊഴിച്ചതിന് ശേഷം ഈ കറി ഒരു 2 മിനിറ്റ് നേരം ഒന്ന് മൂടി വയ്ക്കണം. അത് മൂടി വെച്ചതിന് ശേഷം ഒന്ന് തുറന്നാൽ ആ മൂടി വയ്ക്കുന്ന സമയം കൊണ്ട് ആ താളിപ്പിൻ്റെ ആ വേപ്പിലയുടെ ഫ്ലേവറും ഉലുവയും എല്ലാം കൂടി അങ്ങോട്ട് ചേരുമ്പോൾ ഈ കറിയിലേക്ക് നല്ലൊരു മണം, ഈ കിച്ചൺ മൊത്തത്തിൽ നല്ലൊരു വാസനയാണ് ഇപ്പോൾ. അപ്പോൾ ഈ കറി കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഈ കറിയുടെ സ്വാദ് എത്രത്തോളം ഉണ്ടെന്നുള്ളത്. കറക്റ്റ് പുളി, കറക്റ്റ് എരിവ്, കറക്റ്റ് ഉപ്പ്. അപ്പോൾ അതിൻ്റെ ആ ചാറൊക്കെ നല്ല പാകത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം ഒന്ന് തിക്കായിട്ടാണ് ഇതിൻ്റെ ഗ്രേവി ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. വയറ് നിറയെ ചോറുണ്ണാൻ ഈ ഒരു കറി മാത്രം മതി. അപ്പോൾ ബാച്ചിലേഴ്സിനെയൊക്കെ പ്രത്യേകിച്ചും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു കറിയാണ്. അപ്പോൾ ഉറപ്പായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റാ.